നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നാട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് വീട്ടിൽ മരം മുറിക്കാനൊരു ചേട്ടൻ വരുന്നുണ്ട്. അപ്പം അവർക്കുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മുറ്റം ലെവലാക്കാൻ നമ്മുടെ സ്വന്തം ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ. പുറത്തൊന്നും പണിക്കാരെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ഞങ്ങളും ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് പണിക്കാരായിട്ട്. അപ്പോൾ അമ്മ രാവിലെ തന്നെ വിറകടുപ്പിൽ ചോറിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിയൊക്കെ എളുപ്പമാവുമല്ലോ. അപ്പോൾ നമ്മുടെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാവാണ് മെയിനായിട്ട് മുറിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അതിരിലുള്ള ഒരു മാവ് മരം, അതിൽ ഒരു മാവ് വേറൊരു വീട്ടിൻ്റെ ഓടുമലേക്ക് ഇങ്ങനെ പോയതുകൊണ്ടാണ് അത് മുറിക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ മറ്റവും കൂടെ മുറിക്കാൻ, കാരണം അത് നമ്മൾ മതിൽ കെട്ടുമ്പോൾ അതെന്തായാലും മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഒന്നിച്ച് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മരം മുറിക്കുന്ന ചേട്ടൻ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്, നമ്മുടെ ചേട്ടന്മാരും പിന്നെ ഞങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടന് ചായ ഉണ്ടാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അപ്പുറത്തുനിന്ന് ചപ്പാത്തി പരത്തി തരുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്ന് ചപ്പാത്തി ചുടുകയാണ്. അപ്പുറത്തിരുന്നിട്ട് ഞാൻ അമ്മേനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഓരോരോ കാര്യങ്ങൾ ഉച്ചത്തേക്കുള്ള ഓരോ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മരം മുറിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പെങ്ങളെ മക്കളാണ്. പിന്നെ അവരും പിന്നെ എൻ്റെ സ്വന്തം ചേച്ചി, അതായത് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള്, അവരെ മോനെ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചേച്ചി ചപ്പാത്തി പരത്തി തരുവാണ്, ഞാൻ അപ്പുറത്ത് വെച്ച് ചുടുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കണ്ണന് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെയുള്ള സമയത്തൊക്കെ കിട്ടിയാലേ കിട്ടുള്ളൂ പഠിക്കാൻ. ഭയങ്കര ബിസിയുള്ള ആളാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അവന് ഈ ഡ്രോയിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം. അത് പിന്നെ അവനോട് പ്രത്യേകിച്ച് ആരും പറയണ്ട ചെയ്യുന്നൊന്നും, അവൻ എപ്പോഴാണോ തോന്നുന്നത് അപ്പം ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതൊന്നും വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാങ്ങ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് മാവ് മുറിച്ചിട്ട് അതിൻ്റെ മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെത്താമെന്ന് വിചാരിച്ചു, കാരണം എല്ലാവരും വീട്ടിലുള്ളതല്ലേ. ഇന്നൊരു സൺഡേ ആണ് നമ്മൾ മരം മുറിക്കാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം അന്നാണ് നമുക്ക് സൺഡേ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പണിയെടുക്കണമെങ്കിൽ സൺഡേ വേണമല്ലോ, അതുകൊണ്ടാണ് സൺഡേ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണന് ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തു കേട്ടോ. അതിൻ്റെ ചുറ്റിലുള്ളത് അവൻ കഴിച്ചിട്ട് നടുക്കിലുള്ളത് മാത്രം എനിക്ക് തരുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നടുക്കത്തത് ഒട്ടും ഇഷ്ടമില്ല. സൈഡിലുള്ള പിന്നെയും കഴിക്കും, നടുക്കുള്ള എനിക്ക് തീരെ പറ്റാത്ത കേട്ടോ. അപ്പം അത് അവന് എടുത്ത് തന്നിട്ട് അവൻ ബാക്കിയുള്ള കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവനോട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന്. അവൻ ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അല്ലാത്ത സമയത്ത് അവൻ ഓരോരോ കളിയായിട്ട് നടക്കും, നമുക്ക് അവനെ കാണാൻ പോലും കിട്ടാറില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേലും ചേച്ചിയും ചേട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണല്ലോ ചക്ക. അപ്പം ചക്ക എടുത്തിട്ടുണ്ട്, ചക്ക വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ വരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്കയും ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഇവിടുന്ന് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മാവ് ഉണ്ടായിരുന്ന സ്ഥലം കുറച്ചിങ്ങനെ ഉയർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണും വേരൊക്കെ മാറ്റിയായിരുന്നു. അപ്പം അതിന് അവർ ചേട്ടന്മാർ ഇതെല്ലാം ഇങ്ങനെ മരവും പിന്നെ മണ്ണൊക്കെ എടുത്തു തരും. ഞാനും മോളൂസും കൂടെ അത് കൊണ്ട് കളയായിരുന്നു കേട്ടോ. ചേച്ചിമാർ രണ്ടുപേരും കുറച്ച് നേരം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കാൻ പോയി. പിന്നെ ഞാനും മോളൂസും തന്നെ മൊത്തം പണി എടുത്തു കേട്ടോ. അതും കുറേയൊക്കെ ചെയ്തു. പിന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും വയ്യാണ്ടായിട്ടോ, നനഞ്ഞ മണ്ണല്ലേ, മഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇവനാണ് കേട്ടോ നമ്മുടെ ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും മോനാണ്. അവന് മണ്ണിരേന എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഗപ്പിക്ക് ഫുഡ് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് അവന് കിട്ടുന്ന മണ്ണിരേനൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കൊണ്ടുപോകാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ അതിനെടുത്ത് കളഞ്ഞു. അപ്പോൾ മറന്നുപോയി പോയപ്പം, കാരണം ഇന്ന് വൈകുന്നേരം തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു, പിറ്റേന്ന് സ്കൂളുള്ളതല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ഓടിയോടി ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് എന്തോ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിന്ന് ഉച്ചത്തേക്ക് ഉണ്ടായിരുന്നത് ഉണ്ണിത്തട്ടേൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഉണ്ണിത്തട്ട, വാഴക്കൂമ്പ്, അങ്ങനെ പലതും പറയും തോന്നുന്നുണ്ട്. പിന്നെ സാമ്പാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറിയും അരിയുന്നുണ്ട്. ചേച്ചിയും അമ്മയും പിന്നെ വേറൊരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ല, രണ്ട് ചേച്ചിമാരും അമ്മയും തന്നെയാണ് കേട്ടോ കിച്ചണിലെ പണിയൊക്കെ എടുക്കുന്നുണ്ടായേ. ഞാനും മോളൂസൊക്കെയാണ് ഈ പുറം പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറം പണി എന്നൊക്കെ പറയുമ്പോൾ വലിയ പണിയൊന്നും അല്ല, എന്നാലും നമുക്ക് ആ മണ്ണൊക്കെ ഒന്നെടുത്ത് ലെവലാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ടുണ്ടായിരുന്ന പരിപാടി.
വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ദിവസം നല്ല രസമാണ് കേട്ടോ. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അമ്മ ഇവിടെ ചാണകം തേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ സൈഡാണ്, ബാക്കിലുള്ള കിച്ചൺ സൈഡിൽ. അപ്പോൾ അവിടെ ചാണകം തേക്കുന്നുണ്ട്. കാരണം 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ശ്രാദ്ധം വരികയാണ്. അപ്പോൾ അവിടേക്കൊന്ന് കുറച്ച് ക്ലീൻ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ടൊക്കെ ഇതൊക്കെ കാണാറുള്ളായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചക്ക കഴിക്കുന്നുണ്ടായേ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി കഴിച്ചു കേട്ടോ. ചേട്ടന്മാരൊക്കെ കഴിച്ചു, അവർക്ക് പോകാനുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചക്ക കഴിച്ച്, ചക്കയും ചോറും ഒക്കെ ഒന്നിച്ചാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സമയം കിട്ടിയില്ല കഴിക്കാൻ, കാരണം കുളി കഴിയാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റില്ല. കാരണം ഫുള്ള് ഡ്രസ്സിൽ മണ്ണായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേൻ്റെ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ലൈറ്റ് ഡ്രസ്സ് അതൊക്കെ ചീത്തയാവുമല്ലോ. അപ്പോൾ അമ്മേൻ്റെ ഒരു പഴയ നൈറ്റി ഇട്ടിട്ടാണ് ഞാൻ മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ഛൻ്റെ ശ്രാദ്ധം അയൽവാസികളോടൊക്കെ ഒന്ന് പറയാനുണ്ടായിരുന്നു. അപ്പം ഞാനും മോളൂസും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ബലി കൊടുക്കുന്നതും പിന്നെ അതേപോലെ നേർച്ച കൊടുക്കുന്നതൊക്കെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനാണ് കേട്ടോ നമ്മുടെ ശ്രാദ്ധം എന്ന് പറയുന്നത്. അറിയാത്തവരുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ ഇത്. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല മഴയാണെങ്കിൽ നല്ലോണം വെള്ളം വരാറുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ പോകാനൊക്കെ. പിന്നെ അവിടുന്ന് നടന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു സമയം എടുക്കുന്നുള്ളൂ, അല്ലാത്തതാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.